നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും വാഹനങ്ങൾക്കും എന്തിന് മൊബൈൽ ഫോണിന് പോലും ജാതകമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഒരു അംഗം കൂടി വന്നിരിക്കുകയാണ്. ടാറ്റയുടെ പഞ്ച് EV ഇലക്ട്രിക്. ഓക്കെ, 11 ലക്ഷം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ റോഡ് ടാക്സ് ഉൾപ്പെടെ 10,87,000 മറ്റോ ആണ് ഇതിൻ്റെ വില. അപ്പോൾ അത് ശനിയാഴ്ചയാണ് സംഭവം വന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ 4 വശം ഒന്ന് ഓടിച്ച് നോക്കാം. പുതിയ കാറാണ്. അത് ഏകദേശം ഓട്ടം ഓടിയത് ഇതുവരെ ഏകദേശം 200 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സംഭവം പിന്നെ ഈ പറഞ്ഞതൊക്കെ ഇത് കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 26/1/2026 ജനുവരി 26. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് സഹോദരൻ്റെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരൊക്കെ പോയിരുന്നു. ഈ കാറിലല്ല, അത് വേറെ ബസ്സുണ്ടായിരുന്നു അങ്ങോട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനാണ് വന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഇത് നേരത്തെ ഉള്ള കാറാണ്. ഈ കാറ് നിസാൻ മാഗ്നൈറ്റ്. ഇത് 8.5 ലക്ഷം. ഓക്കെ, അപ്പോൾ അത് സംഭവം ഇതാണ്. വെളിച്ചം ചാനലിൻ്റെ അത്രയും തന്നെ പ്രായമുണ്ട് ഈ മാഗ്നൈറ്റിനും. ഏകദേശം 2.25-3 വർഷമായി. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ജാതകം ബെറ്ററാണ് ഇദ്ദേഹത്തിനെയും കാട്ടിലും. കാരണം ഇത് എടുക്കുന്ന ആ കാലത്ത് ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയായിരുന്നു കൊമ്പൻ രാശിയിൽ. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഇവനാണ് ഇതുവരെ ബെറ്റർ എന്ന് പറഞ്ഞാൽ. മറ്റേത് വന്നതേ ഉള്ളു, ഓടിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയൊന്നും ആയിട്ടില്ല. എനിവേ, ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏകദേശം 3 വർഷമായി, 2.25-3 വർഷമായി ഇദ്ദേഹം വന്നിട്ട്. അപ്പം പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ മ്യൂസിക്കുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇവന് സംഗീത സംവിധായകനായ വിദ്യാസാഗറിൻ്റെ പേരാണ് ഇട്ടിരുന്നതെങ്കിലും ഇദ്ദേഹത്തിന് ഞങ്ങൾ ഇട്ടേക്കുന്ന പേര് ഇളയരാജ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രാജ ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവൻ ഈ പറഞ്ഞ ഇളയരാജ, ഇശൈഞ്ഞാലി ഇളയരാജയുടെ പേരാണ് ഇവൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൻ ഒഫീഷ്യൽ നെയിം വിദ്യാസാഗർ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേര് വലിയ രാജ എന്നാണ്. അപ്പോൾ ഇളയരാജ പ്ലസ് വലിയ രാജ. ഇളയരാജ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോവും. മോൻ വർക്ക് ചെയ്യുന്നത് അവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. അവൻ്റെ വൈഫും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ വണ്ടി കൊണ്ടുപോകും. നമുക്ക് വലിയ രാജയുടെ കൂട്ടാണ്, വലിയ രാജയാണ് ഞങ്ങളുടെ സാരഥി. അപ്പോൾ ഇത് ഏകദേശം 3 വർഷത്തോളമായി ഇത് വന്നിട്ട്. ഇത് നമ്മുടെ വെളിച്ചം ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ ഇവനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ജാതകം ഞാൻ പറഞ്ഞല്ലോ, വളർത്തു മൃഗങ്ങൾക്കും ഉണ്ട് ജാതകം. തീർച്ചയായിട്ടും കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം, കാറ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓടിക്കാൻ തുടങ്ങുന്ന ആ പ്രത്യേക ടൈം, അതൊക്കെ ടൈമൊക്കെ നോക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇളയരാജ ഉത്രട്ടാതിയാണ് നക്ഷത്രം. അതുപോലെ ലഗ്നം വരുന്നത് ഇടവലഗ്നം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ആയ സമയത്താണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ നേരത്തെ സമയം ഫിക്സ് ചെയ്ത്
ചെയ്തതാണ്. അപ്പോൾ അത് ഇടവലഗ്നം, അതായത് വ്യാഴം 2ാം ഭാവത്തിൽ, 11ാം ഭാവത്തിൽ ശനിയുണ്ട്. അതുപോലെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും സൂര്യനും ഒക്കെ നിൽക്കുന്നു. ഓക്കെ, ബെറ്ററാണ്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവൻ്റെ ജാതകം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ശനിദശയിലാണ്. പക്ഷേ ശനിദശയിൽ തന്നെ വ്യാഴത്തിൻ്റെ അഭാരം നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ശരിക്കുള്ള ജനനം. ഓക്കെ, അപ്പോൾ ശനിദശയിൽ വ്യാഴത്തിൻ്റെ ഭാരം എന്ന് പറയുമ്പോൾ ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം എന്നുള്ള പാട്ട് കേട്ടില്ലേ, അതുപോലെ ഈ ശനിദശയിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ വ്യാഴത്തിൻ്റെ അപഹാരം, ഏറ്റവും ഒടുവിലത്തെ അപഹാരമാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള ഏകദേശം മോശമല്ലാത്ത ജാതകമാണ് ഇവൻ്റെ ഇളയരാജയുടേത്. പക്ഷേ ഇവൻ്റെത് അതിനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ള ഇതാണ്. അത് അന്ന് നമ്മൾ നോക്കിയ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സംഭവം ഇവനാണ് ടെക്നിക്കലി കൂടുതൽ പെർഫെക്റ്റ്. ഇവൻ്റെ ബാറ്ററി കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. ബാറ്ററിക്ക് 8 വർഷം വാറണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാറ്ററിക്ക് ഏകദേശം 8.5 ലക്ഷം വില വരും. എന്തായാലും 8 വർഷത്തേക്ക് നമ്മൾ വാറണ്ടി ഉണ്ട്. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. എനിവേ, അപ്പോൾ നോക്കുക, നമ്മൾ ഈ മൊബൈൽ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് ജാതകമൊക്കെ ഒന്ന് നോക്കി ലഗ്നമൊക്കെ കണ്ടുപിടിച്ച് അത് നല്ലൊരു സമയം നോക്കിയേ മൊബൈൽ എടുക്കാവുള്ളൂ. അതുപോലെ വാഹനം എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ജ്യോതിഷം വെച്ച് നമ്മൾ പറഞ്ഞു തരാം, നമ്മളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ സിസേറിയൻ ശ്രദ്ധിച്ച് കേൾക്കുക. സിസേറിയൻ നടത്തുമ്പോൾ നമ്മൾ സമയം നോക്കി തന്നെ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 1 വർഷം മുമ്പ് അങ്ങനെ ഞാൻ പ്രത്യേകം ടൈം പറഞ്ഞ് സിസേറിയൻ ചെയ്തെടുത്ത ഒരു കുട്ടിയുടെ ജാതകം, അതിനകത്ത് ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ആ കുട്ടിയുടെ, കോഴിക്കോട്ടുള്ളതാണ്, മുസ്ലിംസാണ്. അപ്പോൾ ആ കുട്ടി ജനിച്ചതിന് ശേഷം അവർക്ക് സ്ഥിരം ലോട്ടറി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. മിക്കവാറും എന്നെ വിളിക്കാറുണ്ട്, ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാറുണ്ട് എപ്പോഴും. അപ്പോൾ അവന് സ്ഥിരം ലോട്ടറി, അതായത് ആ കുട്ടിയുടെ ജാതകത്തിൽ സർപ്പം അഥവാ രാഹു നിൽക്കുന്ന അതിശക്തമായിട്ടാണ്, സർപ്പപ്രീതിയുള്ള സമയത്താണ് ജനിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി സിസേറിയൻ നടത്താം. അപ്പോൾ സിസേറിയൻ ആണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സമയം നോക്കി ഒരു സിസേറിയൻ ടൈം ഫിക്സ് ചെയ്ത് നമുക്ക് നല്ല ജാതകത്തോടു കൂടി ഒരു കുട്ടിയെ കിട്ടാം. അപ്പോൾ ഇതിനെല്ലാം പുറമേ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഇതാണ്, നമ്മൾ നല്ല ജാതകമുള്ള വാഹനങ്ങളായാലും മൃഗങ്ങളുടെയൊക്കെ ജാതകമൊക്കെ എടുക്കാൻ ഇവിടെ പ്രയാസമാണ്. അപ്പോൾ ഭാഗ്യജാതകക്കാരായിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ മൊബൈലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ആ സെക്കൻഡിൽ നമ്മൾ ടൈം നോക്കി ഫിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിനും ഭാഗ്യമുള്ള ജാതകം കിട്ടും. അപ്പോൾ ഈ ഭാഗ്യമുള്ള ജാതകമുള്ള കാറും മറ്റ് ബൈക്കും ഒക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ മൊബൈലും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിർഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും. അപ്പോൾ ഭാഗ്യമുള്ള ജാതകമുള്ള വാഹനങ്ങളും മൊബൈലുകളൊക്കെ നമുക്ക് ടൈം ഫിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ജാതകത്തോടു കൂടിയുള്ള വാഹനങ്ങളും ഈ മൊബൈലുകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവയുടെ ഭാഗ്യവും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇളയരാജയുണ്ട്, വലിയ രാജയുണ്ട്. ഇളയരാജ ഇന്ന് പ്രായോഗികമായിട്ട് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തോട്ട് പോകും. ഞങ്ങൾ കൊല്ലത്താണുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വാഹനം എടുക്കുമ്പോഴും മൊബൈൽ എടുക്കുമ്പോഴും നമുക്ക് ടൈം ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സിസേറിയൻ ചെയ്യുമ്പോഴും നമ്മൾ സമയം നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല ജാതകമുള്ള കുട്ടികൾ ജനിക്കും. അതുപോലെ തന്നെ സമയം നോക്കി എടുക്കുകയാണെങ്കിൽ വാഹനങ്ങളും മൊബൈലുകളും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ജാതകമുള്ള
നല്ല സമയത്ത് സ്റ്റാർട്ട് ചെയ്ത വാഹനങ്ങളും മൊബൈലും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യങ്ങൾ നമുക്കും കൂടി അനുഭവവേദ്യമാവും. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.